വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചുരുങ്ങിയ ചിലവിൽ കുഴൽക്കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. 5, 6, 7 എന്നീ അളവുകളുള്ള ISI മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാനനിർണയം നടത്തി കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കുന്നു. പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ, പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചിലവിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഹാർഡ്വെയർ, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, കൊപ്പം. ഫോൺ 7510616130 9846 424 518 9846 616 130. വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കടുവ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂർ കൊല്ലപ്പെടാൻ വനം വകുപ്പിന്റെ അനാസ്ഥയും കാരണമായെന്ന് AP അനിൽകുമാർ MLA. വിളിച്ച് സ്ഥിരീകരിച്ചതാണ്. ഈ കാണുന്ന ചിത്രങ്ങൾ കരുവാരുകുണ്ട് പഞ്ചായത്തിലുള്ളതാണോ, ഈ കടുവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണെന്ന് വെച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞു സാന്നിധ്യമുണ്ട്, ആ ചിത്രങ്ങൾ ഫേക്കല്ല, അത് കറക്റ്റാണെന്നോട് പറഞ്ഞു. അപ്പോൾ അതവർ സ്ഥിരീകരിച്ച സാഹചര്യം പോകുന്ന ഒരു ചെറുപ്പക്കാരൻ 42 വയസ്സായ ഒരാൾ ജീവിതത്തിന്റെ മാർഗം തൊഴിലെടുക്കാൻ പോകുന്ന രാവിലെ പുലിയുടെ ആക്രമണം കൊണ്ട് കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ എത്ര വേദനാജനകമാണ്. ഇത് നമുക്ക് ഒറ്റപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കാൻ കഴിയില്ല. കാരണം ഈ മേഖലയിൽ പുലി സാന്നിധ്യമുണ്ട് എന്ന് വനംവകുപ്പിന് ബോധ്യമുള്ളതാണ്, ഗവൺമെന്റിന് ബോധ്യമുള്ളതാണ്. കടുവ സാന്നിധ്യമുണ്ട് എന്നുള്ളത് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നേരിട്ട് കണ്ടതാണ്, ചിത്രങ്ങളുണ്ട്, വീഡിയോ ഉണ്ട്. 2 മാസം മുമ്പ് തന്നെ ഈ പ്രദേശങ്ങളിൽ കടുവ സാന്നിധ്യമുള്ളതായി സ്ഥിരീകരിച്ചിരുന്നു. എത്രയും വേഗം കടുവയെ പിടികൂടാൻ നടപടി സ്വീകരിക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടതും വനമന്ത്രിയോട് നേരിൽ പറഞ്ഞിരുന്നതുമാണ്. ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി, ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ സഭയിൽ എന്റെ നിയോജകമണ്ഡലത്തിൽ ഒരു പുലി ഇറങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു. പുലി ഇറങ്ങി, അതുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരമാണ് സാർ എന്റെ മറ്റൊരു പഞ്ചായത്തിൽ, കരുവാരുകുണ്ട് പഞ്ചായത്തിൽ കടുവ ഇറങ്ങി എന്ന് മാത്രമല്ല, ഞാനത് വളരെ ഗൗരവമുള്ള കാര്യം സാർ. കടുവ ഇറങ്ങി, കടുവയെ കണ്ടു, ഇവരുടെ ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞു, എല്ലാ ചാനലുകളും വന്നു സാർ. അത് കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത ദിവസമാണ് സാർ എന്റെ മമ്പാട് പഞ്ചായത്തിൽ ആനകൾ ഒന്നിച്ചിറങ്ങി. മമ്പാട് പഞ്ചായത്തില് ആനകൾ ഇറങ്ങുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ആ ഇറങ്ങിയ സ്ഥലത്ത് ഏതാണ്ട് കരിക്കാട്ടുമണ്ണ, പാലക്കടവ്, കണക്കൻ കടവ് എന്നീ സ്ഥലങ്ങളിലാണ് ആനകൾ ഇറങ്ങുന്നത്. 2 പേര് മുമ്പ് ആന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ. കടുവ ഇറങ്ങിയെടുത്ത് കാട്ടുപോത്തിന്റെ ആക്രമണം കൊണ്ട് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഷാജി കൊല്ലപ്പെട്ട സ്ഥലമാണ് സർ. ഒരേ സമയത്ത് കടുവ, പുലി, ആന, പിന്നെ പന്നികളുടെ ശല്യം പറയേണ്ടതില്ല സർ. ഞാൻ അങ്ങോട് പറഞ്ഞു, മിനിഞ്ഞാന്ന് പറഞ്ഞു കൂട് വെക്കാനുള്ള നിർദ്ദേശം നൽകണം. അങ്ങ് എന്റെ അടുത്ത് മറുപടി പറഞ്ഞു ഇതിനകം തന്നെ കൂട് വെക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പുലി ഇറങ്ങിയെടുത്തും കടുവ ഇറങ്ങിയെടുത്തും ഇതുവരെ കൂട് വെച്ചിട്ടില്ല സർ. ജനങ്ങളൊക്കെ ആശങ്കയിലാണ് സർ. അവിടുത്തെ ജനങ്ങൾ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയുന്നത് അവര് റബ്ബർ പാലെടുക്കാൻ രാവിലെ പോകും സർ. അവര് പടക്കക്കടയിൽ നിന്ന് പടക്കം വാങ്ങിച്ച് അത് പൊട്ടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത്ര ഭയപ്പാടാണ് സർ. എവിടെ നിന്നാണ് പുലി ചാടി വീഴുന്നത്, എവിടെ നിന്നാണ് കടുവ ചാടി വീഴുന്നത് എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതി. അതുകൊണ്ട് സർ ഇത് ഗൗരവമായിട്ട് ഒന്ന് എടുക്കണം എന്നാണ് സാർ അങ്ങനെ സൂചിപ്പിക്കാനുള്ളത്. കൂട് വെക്കാനുള്ള നടപടി അങ്ങ് ഇവിടെ പറഞ്ഞു, ഞാൻ നിർദ്ദേശം കൊടുത്തിട്ട് എന്താ സാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാർ വെക്കാതിരിക്കുന്നത്? 3 ദിവസം കഴിഞ്ഞു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെറും വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് ഇതിനെ നേരിടണം എന്നാണ് അങ്ങോട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നടപടികളൊന്നും ഉണ്ടായില്ല. ഗഫൂറിന്റെ കുടുംബത്തിന് മതിയായ സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ടെന്ന് MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്.